ടാറ്റു ക്രേസ് ഉണ്ട് അത്യാവശ്യം നല്ല ടാറ്റു ക്രേസ് ഉള്ള ആളാണ്. യെസ്. കൂടുതലും ഫ്ലവേഴ്സും ഇലകളും പൂക്കളൊക്കെ കാണുന്നത് പ്രകൃതി ഭയങ്കര ഇഷ്ടമാണോ? പ്രകൃതി നമ്മളിപ്പം എന്ത് വിചാരിച്ചാലും അത് യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് എന്നല്ലേ. സോ പൂക്കൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ സെലക്ട് ചെയ്യുന്ന ടാറ്റൂസ്? ഇതൊക്കെ എൻ്റെ ഡിസൈൻസ് തന്നെയാണ്. ഇത് ഞാൻ ആർട്ടിസ്റ്റിനെ വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ അവർ ചെയ്തു തരുന്നതാണ്. ഞാൻ ഒബ്രോൺ മോളിലാണ് ചെയ്യുന്നത്. -1 ദ ബോഡി ആർട്ട് ടാറ്റു എന്ന് പറയും. അവരുടെ വർക്ക് അടിപൊളിയാണ്, ഇഷ്ടമാണ്. പിന്നെ ഞാനിത് ഇതൊക്കെ കണ്ടിട്ടേ എനിക്ക് ആകാംക്ഷമായിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയും. അതിപ്പോൾ നിങ്ങളോട് ചുമന്ന് പറഞ്ഞേക്കാം. എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഇങ്ങനെ ഇത് ഇല്ലേ, ഞാനൊരു കരി എടുത്തുനിന്ന് വരച്ചു നോക്കി. ഭയങ്കര ലുക്കായിരുന്നു. പക്ഷെ കഴുകി കളഞ്ഞപ്പോൾ ആ കരിയോട് കൂടി പോയിരുന്നു. പൈസ അതിനെ പിന്നീടാ മനസ്സിലായത്. ഞാനടുത്തേ കരി കൊണ്ടുള്ള പ്രയോഗം. ഈ കുത്തിയ രാജശില്പി ആരാണ്? രാജശില്പി ബോഡി ആർട്ടിലെ ചേട്ടന്മാരാണ്. അവരാണ് കുത്തിയത്. നന്നായിട്ടല്ലേ? അല്ലടോ, അല്ലല്ല. മുഖം മാത്രം കുത്താത്ത ഭാഗ്യം. കുത്തും. അയ്യോ, അവിടെ അപ്പൊ വേറെ കാര്യം കൂടെ ഞാൻ പറയുകയാണ്. അപ്പൊ ഇദ്ദേഹം നല്ല കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? നല്ല നല്ല കഥകളും കാര്യം. അപ്പൊ എന്തായാലും അത് നടക്കട്ടെ, മനസ്സിലായി? അതാണല്ലോ ലക്ഷ്യം അല്ലേ? കണ്ണകി ഞാൻ 1 ചെയ്തു, മൂക്കുത്തിയമ്മൻ ചെയ്തു, ചതുർമുഖം ചെയ്തു, പീസ് ചെയ്തു. പീസ് അല്ലല്ല, അതിലെല്ലാം AD ആയിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടർ. പീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അനിലേട്ടൻ മരിച്ച മൂവിയിലെ തൊടുപുഴ അനിൽ നെടുമങ്ങാട്. മനസ്സിലായി. ആ ഒരു സിനിമയിലെ ലാസ്റ്റ് പടം അവിടെ. അതെ അതെ അതെ. ഒരു നിമിഷം അദ്ദേഹത്തെ ഓർക്കുവാണ്. റൈറ്റിംഗിലില്ല. ഇപ്പൊ കണ്ണയ്ക്ക് പറഞ്ഞിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്നെയും പലരും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ആരോടും പുറത്തു വിടാറില്ല. അതായത് എന്നെ വിളിക്കാറുണ്ട് ഒരു സിനിമ. അല്ല, ഞാൻ പറഞ്ഞല്ല, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ തുടരും സിനിമ വന്നപ്പോ തന്നെ ലാലേട്ടൻ വിളിച്ചു പറഞ്ഞു, അഭിലാഷ പടം കണ്ടില്ലേ എന്ന് ചോദിച്ചു. ലാലേട്ടൻ എന്നെ വിളിച്ചു. അപ്പൊ പറഞ്ഞു, വിളിച്ച് അത് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. ഹലോ അട്ടായല്ലേ, പടമൊന്നും കണ്ടില്ലേ കള്ള എന്ന് ചോദിച്ചു. പറഞ്ഞു ഇന്ന് തന്നെ കാണാൻ സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു. പിന്നെ മമ്മൂക്ക കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. അങ്ങനെ വിളിക്കാറുണ്ട്. സുരേഷ് ഗോപി ചേട്ടൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ നോക്കി മിസ് കോൾ വന്ന് കിടക്കുക, 10 മിസ് കോൾ. അങ്ങനെ നമ്മൾ പുറത്ത് വിടാറില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഒരു ഇതിലെ മീഡിയയിലും കൊടുക്കാറില്ല. ഇനിയിപ്പോൾ നയൻതാര പറഞ്ഞാൽ ചെന്നൈയിൽ വരികയാണെങ്കിൽ വിളിച്ചേരെ, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം, മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളങ്ങനെ അഹങ്കാരം ഇതൊന്നും ഇല്ല. നമ്മളിങ്ങനെ ആൾക്കാർ വിളിക്കണേര്, നടന്മാര് വിളിക്കണതിന്റെ അഹങ്കാരം ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ അല്ലേ പേടി? ഞാൻ പുറത്ത് വിട്ടാലേ, ഞാനത് കാര്യം പുറത്ത് വിടാം. എന്താ മാഡത്തിന് ചോദിക്കണമെന്ന്? ഈ പൊതുവെ പറയാറുണ്ടല്ലോ, നമ്മുടെ എന്താ പറയാ, പഴയ കാലം മുതൽ പറയുന്നല്ലോ ഒരു സ്ത്രീ സൗന്ദര്യം, മുടി നല്ലോണം വേണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഈ ബോയ് കട്ട് ചൂസ് ചെയ്തത്? അത് പറയണം തീർച്ചയായിട്ടും. സ്ത്രീ സൗന്ദര്യം മുടിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, പലരും വർണ്ണിക്കാറ് നീണ്ട മുടിയുള്ള അങ്ങനെയൊക്കെയാണല്ലോ. അതെവിടെയോ കേട്ട പോലെ, നീണ്ട മുടിയുള്ള ഒരാളെ ആരോ പറഞ്ഞ പോലെ എവിടെയോ കേട്ട പോലെ തോന്നി. വ്യത്യാസമായിട്ട് എന്തുകൊണ്ട് ഭയങ്കര കോൺട്രാസ്റ്റ് ആണല്ലോ. ഇപ്പൊ സ്റ്റൈല് ആണെങ്കിലും സാരിയും ബോയ് കട്ടും, അങ്ങനെ കോൺട്രാസ്റ്റ് സ്റ്റൈല്. വേറൊന്നുമല്ല, ഇത് കണ്ടുമ്പോ പേടി വരും ആൾക്കാർക്ക്. ഈ ഒരു അങ്ങനെ പറയല്ലേ, എന്നെ എന്തിനാ പേടിക്കണേ? അല്ല, ഈ മുടി വെട്ടി കഴിയുമ്പോൾ ഒരു പുരുഷൻ എന്നുള്ള അങ്ങനല്ലടാ